നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിമാര്, ആ സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും, ആ മഹത്തുക്കളാ ഞങ്ങളോട് പറഞ്ഞത്. എന്താ അവര് പറഞ്ഞതെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഒറിജിനൽ രൂപം കേട്ടോളൂ. അബൂദാവൂദ് അവിടുത്തെ സഹീഹില്ലതാ സഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുകയാണ്. ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി തങ്ങളുടെ ഭാര്യ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്ന കാലത്തതാ ഖാസിം റളിയല്ലാഹു അൻഹു കയറി ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ ഉമ്മ, ഓ ഉമ്മ, ഇക്ഷിഫീ ലി അൻ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ. ഇതിനേക്കാൾ ആധികാരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ആദ്യകാല രൂപം പറയാൻ ആർക്കാ കഴിയുക? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൊണ്ടിരുന്ന ദിവസത്തിലല്ലേ വഫാത്ത് നടന്നത്. അതുകൊണ്ടല്ലേ അവിടുത്തെ ഖബർ ആയിഷ ഉമ്മ ബീവിയുടെ വീട്ടിന്റെ അകത്തെ റൂമിലാകാനും കാരണം അതല്ലേ. അങ്ങനെ അവിടെയാണ് ഖബറുള്ളത് എന്നതുകൊണ്ട് ഒരാൾക്ക് ഖബറിങ്കലേക്കാണ് കയറണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, റൂമാണ്, പെർമിഷൻ കിട്ടണ്ടേ, ഉമ്മയുടെ പെർമിഷൻ വേണ്ടേ. അതുകൊണ്ടതാ ഖാസിം റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നിട്ട്, ഉമ്മ, എനിക്ക് നബി തങ്ങളുടെ ഖബറൊന്ന് കാണിച്ചു തരൂ. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമാ, അവരുടെ രണ്ടാളുടെയും ഖബറും ഒന്ന് കാണിച്ചു തരൂ. ഫകശഫത് ലീ അൻ സലാസതി ഖുബൂർ ലാ മുശ്രിഫത്തിൻ വലാ ലാത്തിയത്തിൻ മബ്തൂഹത്തിൻ ബിബത്ഹാൽ അർസത്തിൽ ഹംറാ. അതായത് വിശദീകരണം വഴിയേ വരുന്നുണ്ട്. എനിക്ക് ഉമ്മ 3 ഖബറുകളും അങ്ങ് കാണിച്ചു തന്നു. കണ്ട ഈ വ്യക്തി പറയുന്നത് എന്താണ്? അതങ്ങ് ഉയർത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ഭൂമിയോട് ഇങ്ങനെ സമനിരപ്പിലുമാക്കിയിട്ടില്ല. അതായത് ലാ മുർത്തഫിയത്തൻ കസീറ, വളരെ ഉയർന്ന നിലക്കല്ല, ഭൂമിയിൽ അങ്ങനെ പറ്റിക്കിടക്കുന്ന നിലക്കുമല്ല. അങ്ങനെ ഉയർന്ന നിലക്കല്ല എന്ന് പറയുമ്പോ എത്ര ഉയരമുണ്ട്, എത്രയായിരിക്കും ഉയരം എന്ന് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറ്റു റിപ്പോർട്ടുകളിലും അതുപോലെ തന്നെ ഈ ഹദീസുകളെ പറ്റി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചറിഞ്ഞുകൊണ്ട് എഴുതിയെടുത്തുമൊക്കെ അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കണ്ട നേരത്ത് ഖദറ ശിബിരിൻ, ഭൂമിയിൽ നിന്ന് 1 ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്, 1 ചാണ് ഉയരമാ ഞങ്ങൾ കണ്ടത്. മുത്ത് മുസ്തഫയുടെ ഖബറിനെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖബറിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കണ്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ചിന്തിച്ചു നോക്കൂ, ഇതിനേക്കാൾ ഒരു ആധികാരികമായ രേഖ ഖബർ കണ്ട മഹാന്മാര് പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു കോലമുണ്ടാക്കിയിട്ട് അതിന്മേലിങ്ങനെ പുതപ്പും പുതപ്പിച്ചിട്ട് വലിയ വിളക്കും കത്തിച്ചിട്ട് നെറ്റിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പരസ്യം കൊടുത്താൽ അത് ഒറിജിനൽ ഖബറാകുമോ മുസ്ലിമേ? അത് ഒറിജിനൽ ഞങ്ങളെ നേതാവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമാകുമോ? ഇല്ല കേട്ടോ, അത് സമ്മതിക്കാൻ ഞങ്ങളെ കിട്ടില്ല. അവിടുത്തെ ഖബർ കണ്ട ആ കാലത്തെ ആളുകൾ ഉമ്മ തന്നെ കാണിച്ചു കൊടുത്തപ്പോ സഹാബിമാരിൽ നിന്ന് ദീന് പഠിച്ച താബിഈങ്ങൾ അവരത് കണ്ടത് രേഖപ്പെടുത്തി പോയി. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇമാം നവവി തന്നെ എന്താ പറഞ്ഞത്? ഇന്ന സുന്നത അന്നൽ ഖബറ ലാ യുർഫഉ അലൽ അർദി റഫ്അൻ കസീറാ വലാ യുസന്നമു ബൽ യുർഫഉ നഹ്വ ശിബിരിൻ വയുസത്തഹു വഹദാ മദ്ഹബു ശാഫിഈ വമൻ വാഫഖഹു. സുന്നത്ത് എന്താണ്? ഖബറിന്റെ എന്താ സുന്നത്ത്? ഭൂമിയിൽ നിന്ന് അത് വല്ലാതെ ഉയർത്താൻ പാടില്ല, മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് നിർത്താനും പാടില്ല,
മറിച്ച് അങ്ങനെ ഉയർത്തപ്പെടണം. എത്രയാണ് ഉയർത്തപ്പെടേണ്ടത്? നഹ്വ ശിബിരിൻ, ഒരു ചാണാണ് ഉയർത്തപ്പെടേണ്ടത്. എന്നിട്ട് മുകൾ ഭാഗം കൂർപ്പിച്ച് നിർത്താതെ ഒന്ന് കൈക്കോട്ട് കൊണ്ടോ മറ്റോ ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഒന്നിങ്ങോട്ട് വടിച്ചു നിർത്തുന്ന നിലക്ക് അങ്ങനെ മുസത്തഹായി നിർത്തുന്നതാണ്, അതാണ് വേണ്ടത്. വഹദാ മദ്ഹബു ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഇതാണ് കൂട്ടരേ. വമൻ വഫഖഹു, അദ്ദേഹത്തോട് യോജിച്ചവരുടെയും അഭിപ്രായം ഇതാണ് കേട്ടോ. ഇത് നവവി ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിൽ എഴുതുന്നില്ലേ? ഷാഫി ഇമാം തന്നെയും പറയുന്നത് എന്താണ്? മക്കയിലെ ഭരണാധികാരികളെ ഞാൻ കണ്ടു, യഅ്മുറൂന ബിഹദ്മി മാ യുബ്നാ, കെട്ടിടങ്ങളെ, ഖബറിന്റെ മീതെയുള്ള കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ? ഹദീസിൽ തന്നെ ഇല്ലേ, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരു പൊങ്ങി നിൽക്കുന്ന ഖബറുകളെയും നിങ്ങൾ നിരപ്പാക്കാതെ വിടരുത്. പക്ഷെ നിങ്ങളിന്റെ പ്രസംഗം കേൾക്കൂല്ലോ, നിങ്ങൾ കേൾക്കുവോ? എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്കാണ് സലഫിക്ക് മറുപടി, എന്താ ഉഷാറ് പോയോ, ഇപ്പൊ എന്താ ബാനറൊന്നും ഇല്ലാത്ത? പെട്ടെന്നല്ല മറുപടി, നിങ്ങൾ ഉടനെ പറയലല്ലേ. നിങ്ങൾക്ക് കേസറ്റ് കേൾക്കേണ്ട, നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് നേരത്തെ വിവരം നേരത്തെ അങ്ങോട്ട് തയ്യാറാക്കി വെക്കുക. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു